ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്താണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ മഴയാണ്. മഴയായതുകൊണ്ട് നമ്മൾ കൂട്ടിലടയിരുന്ന 2 കോഴികളെ നമ്മുടെ ഒരു പഴയ അടുക്കളയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വിരിഞ്ഞു തുടങ്ങി. അതൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് കൊച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം, സമയം കളയുന്നില്ല. നല്ല വീഡിയോ ആണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 2 അമ്മക്കോഴികളുടെ കുഞ്ഞുങ്ങളെ കാണാം. ടൺ ടൺ ടൺ. ഇത് നമ്മുടെ അടിപൊളി ഒരു ചുവപ്പ് പുള്ളിക്കോഴിയാണ്. ഒരു അഗ്രഷനും ഇല്ലാത്ത വളരെ പാവം ഒരു അമ്മക്കോഴി. ഇതിൻ്റെ 2 കണ്ണും പ്രശ്നമായിരുന്നു. ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ് നമ്മൾ സുഖമാക്കിയതാണ്. വളരെ സ്നേഹമുള്ളൊരു കോഴിയാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒറ്റക്കണ്ണി അമ്മച്ചി ഇരിപ്പുണ്ട്. അവിടെയും വിരിയുന്നുണ്ട്, ഇവിടെയും വിരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 8, 7, 15 മുട്ടയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അമ്മയ്ക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വിരിയുന്നതിനെ ഇതിലേക്ക് വെച്ചിട്ട് ഇവിടുന്ന് വിരിയാനുള്ള മുട്ട അങ്ങോട്ട് പറക്കി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി തൊട്ടേ വിരിയുന്നത്. നല്ല മഴയായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ട് നോക്കാം. നമ്മൾ മണലിലാണ് ഇടക്കുന്നത്. നല്ല സ്കൂട്ടറിൻ്റെ ടയറിനകത്ത് ഒരു ഉരുളി ചെരുവം വെച്ചിട്ട് അതിൽ കടലിലെ മണ്ണ് നിറച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വെക്കുക. നമ്മളല്ലാതെ പ്രത്യേകിച്ച് കരിയോ ആണിയോ അങ്ങനെയൊന്നും നമ്മൾ വെച്ചിട്ടൊന്നുമില്ല. കോഴി അടയിരുത്തുമ്പോൾ നമ്മൾ പോറോൺ ചെയ്യും, അതുപോലെ തന്നെ ഡിവോം ചെയ്തിട്ടേ കോഴി അടയിരുത്തത്തുള്ളൂ. ഇത് രണ്ടും ചെയ്യും, വേറെ ഒന്നും ചെയ്യും. പിന്നെ നമ്മൾ കോഴിക്ക് ആവശ്യമുള്ള വെള്ളം വെച്ചിരിക്കും. തീറ്റ വെക്കാറില്ല, ഉറുമ്പ് വരുന്നുണ്ട്. തീറ്റ വെക്കാറില്ല, വെള്ളം വെക്കും. തീറ്റ കോഴി ഇറങ്ങുന്ന കണ്ടാൽ മാത്രം അന്നേരം കുറച്ച് തീറ്റ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതും കാർബോർഡാണ്. കാർബോർഡ് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് വരുന്ന കാർബോർഡാണ്. അതിനകത്ത് നിറച്ച് മണലിട്ടിട്ട്, മണലല്ലത് കടലിലെ മണ്ണാണ്. അതിനകത്ത് ഒട്ടിപ്പൊടിയൊക്കെ ഉണ്ട്, കക്കായൊക്കെ ഉണ്ട്. ഇത് കുറച്ചൊക്കെ ഒരു കൊത്തി തിന്നുകയും ചെയ്യും ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം വിരിയാൻ ബാക്കിയുണ്ട് നോക്കാം. ഇതിനകത്ത് 3, 3, 6, 8. അപ്പോൾ മൊത്തത്തിൽ 7 എണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ. എല്ലാം വിരിയാനായിട്ടുണ്ട് കണ്ടോ, വിരിയുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെയും പൊട്ട് വീണിട്ടുണ്ട്. എല്ലാത്തിലും പൊട്ട് വീണിട്ടുണ്ട്. സാധാരണ നമ്മൾ ചുണ്ടൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അയ്യോടാ, പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഓരോ ബിന്ദ്രന്മാർ വരുന്നുണ്ട്. അയ്യോ, ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിച്ചിട്ടില്ല, വേറെ പതുക്കെ കുത്തിയിട്ടുള്ളൂ. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം, ഇങ്ങനെ ചെയ്തുകൂടാന്നാണ്. പക്ഷെ എന്നാലും നമ്മുടെ ക്യൂരിയോസിറ്റി നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ശരിയല്ലേ? 3, 3, 6, 1, 7. ഈ കാപ്പിപ്പൊടി ഇവളുടെ കുഞ്ഞാണ്. ഇത് പിന്നെ ഇതിൻ്റെ അമ്മയും അടയിരിക്കുക. നമ്മുടെ കുട്ടികളെല്ലാം കത്തിട്ട് നമുക്ക് അറിയാം. പിന്നെ ഈ വെളുത്ത് കാണുന്നതെല്ലാം നമ്മുടെ ആ വൈറ്റ് പൂവിൻ്റെ കുട്ടികളാണ്. ചാര പുള്ളിയായിട്ട് ഇറങ്ങുള്ളൂ. വലുതാകുമ്പോഴേ കറക്റ്റ് പുള്ളി തിരിയുള്ളൂ, ചാര പുള്ളിയാവും. ഇപ്പോൾ ഈ പരുവത്തിൽ ഇങ്ങനെ പോകും. കൊച്ചൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക്, നിങ്ങൾ കോഴി വീഡിയോസൊക്കെ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് കോഴി വളർത്തുന്ന കോഴികളൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചാൽ എപ്പോഴും നമ്മുടെ അടുത്ത് കോഴികളൊക്കെ ഉണ്ടാവും. നമ്മൾ തരുന്നതായിരിക്കും. ഇതൊക്കെ നല്ല വിശറിവാലൊക്കെ ഉള്ള നല്ല അമ്മക്കോഴിയാണ്. 2 വയസ്സ് കഴിഞ്ഞ് 2, 2.5 വയസ്സുള്ള കോഴിയാണ്. അടിപൊളി കോഴിയാണ്. ഒരു അഗ്രഷൻ വെച്ചാൽ കുട്ടികൾ നന്നായിട്ട് നോക്കും. എല്ലാ മുട്ടയും വിരിയിക്കും. നമ്മളെ കൊത്തു കൊടുക്കുകയൊന്നുമില്ല. നല്ല കോഴിയാണ്. ഓക്കെ, ബൈ.